ഹലോ ഗൈസ്, ഇന്ന് ഞാൻ മൂലമറ്റത്ത് പോയപ്പോൾ ഞാൻ മൂലമറ്റം സെൻറ്റ് ജോർജ് പള്ളിയിൽ കയറാനിടയായി. അപ്പോൾ എന്തു മനോഹരമായ ഒരു പള്ളിയാണെന്ന് നോക്കിക്കേ. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു ആനന്ദമാണ്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കല്ലുകൾ കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഫില്ലറുകളെല്ലാം പണിതേക്കുന്നത്. അതുകൊണ്ട് അത് കാണുമ്പോൾ തന്നെ ഓരോ കല്ലുകളും എടുത്തു വെച്ചേക്കുന്ന പാടുകൾ നമുക്ക് ആ ഫില്ലറുകൾ കാണാൻ സാധിക്കും. ഞാൻ ഈ പള്ളിക്ക് ചുറ്റും നടന്ന് ആണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പള്ളിയുടെ മുൻവശത്ത് തന്നെ വലിയൊരു കൽക്കുരിശുണ്ട്. അതുപോലെ തന്നെ പള്ളിയോട് ചേർന്ന് തന്നെ നല്ല മനോഹരമായ ഒരു ഗ്രോട്ടോ ഇവിടെയുണ്ട്. നല്ല ഭംഗിയോടുകൂടി നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ പള്ളി ഇരിക്കുന്ന ഭാഗം നമുക്ക് നല്ല വ്യൂ ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതിൻ്റെ പേരിൽ ഒരു നക്ഷത്രമൊക്കെ നമുക്കവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ കഴിഞ്ഞു. പള്ളിയുടെ സൈഡിൽ കൂടെ എല്ലാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കല്ലുകൾ കൊണ്ട് തന്നെയാണ് ഫില്ലറുകളെല്ലാം പണിതേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഈ പള്ളിക്ക് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് 12 വിശുദ്ധരുടെ തിരുശേഷിപ്പ് ഈ പള്ളി ഉണ്ട്. അതുപോലെ തന്നെ ഈ പള്ളിയുടെ സൈഡൊക്കെ നോക്കിയാൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. നല്ല ഭംഗിയായിട്ടാണ് ഫില്ലറുകൾ ഒക്കെ പണിത് വെച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്തൊക്കെ ഇത്രയും മനോഹരമായിട്ട് ഇതൊക്കെ പണിയാൻ സാധിച്ചല്ലോ. ഇന്നാണെങ്കിൽ നമുക്ക് ഇത് ഇത്രയും ഭംഗിയായിട്ട് ഇത് പണിയാൻ സാധിക്കില്ല. പള്ളിയുടെ ഒപ്പം തന്നെ ഉയരത്തിലാണ് ഈ മണിയൊക്കെ കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ചുറ്റും കറങ്ങി ഞാനിപ്പോൾ പള്ളിയുടെ മുൻവശത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിക്ക് ചുറ്റും നടന്ന് ഇപ്പോൾ ഞാൻ പള്ളിയുടെ മുൻവശത്തേക്ക് എത്തി. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എൻ്റെ പേജ് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.